അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് നല്ലൊരു വെണ്ടക്ക കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീട്ടിൽ വെണ്ടക്കയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ നമ്മുടെ ചോറ് കാലിയാവുന്ന വഴിയറിയില്ല കേട്ടോ. അത്രയ്ക്ക് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, എന്നിട്ട് അതിൻ്റെ അഭിപ്രായം ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് വെണ്ടക്ക കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഞാനിവിടെ ആവശ്യത്തിന് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. ഇത് കഴുകിയിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തതാണ്. നമ്മൾ ഈ വെണ്ടയ്ക്ക മുറിക്കുമ്പോൾ ഇതിന് വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ സാമ്പാറിനൊക്കെ അരിയില്ലേ, ആ ഒരു രീതിയിൽ തന്നെ അരിഞ്ഞെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു സവാള, ഒരു തക്കാളി, പിന്നെ 2 പച്ചമുളക്, ഒരു 7-8 വെളുത്തുള്ളി, പിന്നെ ഒരു 1/4 പീസ് ഇഞ്ചിയാണ് കേട്ടോ. എല്ലാം ഞാൻ കുനുകുനാന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ അടുപ്പത്തേക്ക് ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി നന്നായി ചൂടായി വരട്ടെ. എന്നിട്ട് അതിലേക്ക് ഒരു 2 ടീസ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടക്ക കഷ്ണം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം കേട്ടോ. ഇതുപോലെ ചെയ്യുമ്പോൾ നമ്മൾ വെണ്ടക്ക ഇങ്ങനെ ഒരു പശപ്പില്ലാതെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നല്ല പോലെ ഒന്ന് വരട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ വെണ്ടയ്ക്ക കഴിക്കാത്തവരും കഴിക്കും കേട്ടോ. ഈ രീതിയിലൊക്കെ നമ്മൾ കറി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഒരിക്കലെങ്കിലും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാനിതാ വെണ്ടയ്ക്ക നന്നായിട്ടൊന്ന് വരട്ടി എടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാകുമ്പോൾ നമ്മളിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇനി അതേ ചട്ടിയിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് ഒഴിച്ചാൽ മതിയേ. ഇനി അതിലേക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നന്നായി പൊട്ടി വരട്ടെ. അതിലേക്ക് ഒരു വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വെളുത്തുള്ളി കുനുകുന അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് നമുക്ക് മിക്സാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ ആ വെളുത്തുള്ളി ഒരു ബ്രൗൺ കളറൊക്കെ ആയിട്ട് വരട്ടെ. നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി കഷ്ണമില്ലേ, നമ്മളൊരു 1/4 ഭാഗം ഇഞ്ചി കഷ്ണം എടുത്തിട്ടുള്ളൂ, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ അതൊന്ന് വരട്ടിയെടുക്കണം കേട്ടോ. നന്നായിട്ട് വരട്ടിയെടുക്കണം. അതൊരു ബ്രൗൺ കളറൊക്കെ ആകുന്നത് വരെ നമ്മളൊന്ന് വരട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ നല്ല പോലെ ആ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളിയും പച്ചമുളകും കൂടി അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഈ തക്കാളി ഒന്ന് വെന്ത് വരുന്നത് വരെ ഒന്നിത് മിക്സ് ആക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് കുക്ക് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 2 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മളെ വെണ്ടയ്ക്കയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ ഇവിടെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനൊന്ന് ഒഴിവാക്കിയതാണ്. അത് ചേർത്ത് കൊടുക്കുന്നവർക്ക് ഒരു 1/4 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് നല്ല രീതിക്ക് തന്നെ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കുക്കായിട്ട് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്കൊന്ന് തേങ്ങ അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഒരു പിടി തേങ്ങ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. നമ്മൾ അധികം മഷിയായിട്ട് അരക്കണ്ട കേട്ടോ. ഈ ഒരു രീതിക്ക് അരച്ചെടുത്താൽ മതി. ഇതുപോലെ ഒന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നമുക്കിനി ഈ അരപ്പ് വേഗം തന്നെ നമ്മുടെ വെണ്ടയ്ക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് നമ്മുടെ ആ വെണ്ടയ്ക്കൊക്കെ അതിൽ നിന്ന് നല്ല പോലെ ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഒരു 5 മിനിറ്റ് വരെ ഇത് നമുക്കൊന്ന് മൂടി വെക്കാം കേട്ടോ. നല്ല പോലെ തിളച്ച് വരട്ടെ. അപ്പോൾ ഞാനിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഇതാ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഉള്ളിയുടെയും നമ്മുടെ വെളുത്തുള്ളിയുടെയും എല്ലാവരും നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ, എത്ര എളുപ്പത്തിലാണല്ലേ ഈ കറി ഉണ്ടാക്കിയത്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം ഒന്ന് പറയണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ. ഈ ഒരു കറി മാത്രം മതി കേട്ടോ നമുക്ക് ചോറുണ്ണാനായിട്ട്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കറിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഈ ഒരു കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസായിട്ട് വേഗം വരാം കേട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന വിശ്വാസത്തോടെ ബൈ.